നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ താൽപര്യം അനുസരിക്കാത്തവരെ ഇല്ലാതാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് ജെയ്റ്റ്ലി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചത്. രാഷ്ട്രീയ അക്രമത്തിൽ കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ രാജേഷിന്റെ വീട് ജെയ്റ്റ്ലി സന്ദർശിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തി. CPIM അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ കൊലപാതകം വർദ്ധിക്കുകയാണ്. പോലീസ് നിഷ്പക്ഷമാകാതെ സംസ്ഥാനത്ത് സമാധാനം ഉറപ്പിക്കാനാവില്ലെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. To create an adequate environment, there are political cadres which feel emboldened when in power. അക്രമം അഴിച്ചുവിടുന്നവർ തന്നെ ഇരകളാണെന്ന് പറയുകയാണ്. അക്രമ സംഭവങ്ങളിൽ സംസ്ഥാനത്തെ RSSന് ഉത്തരവാദിത്വമില്ല. എന്നാൽ BJP പ്രവർത്തകർ ഉൾപ്പെടെ കേരളത്തിലെ സമാധാനാന്തരീക്ഷത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. Or justification of the presence of violence. Ultimately, the responsibility is of a state government. മറ്റു പാർട്ടി രക്തസാക്ഷി കുടുംബങ്ങളെ കാണാൻ താൻ തയ്യാറാണ്. എന്നാൽ അക്രമത്തിനിരയായവരുടെ കത്തുകൾ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ജെയ്റ്റ്ലി പറഞ്ഞു. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന RSS നേതാക്കളുടെ പ്രസ്താവനയോട് ജെയ്റ്റ്ലി പ്രതികരിച്ചില്ല. എന്നാൽ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയ ഗവർണറുടെ നടപടി ഭരണഘടന അനുസൃതമാണെന്ന് ജെയ്റ്റ്ലി പറഞ്ഞു. A governor was merely a mute spectator. He would be failing to discharge his duty. BJP നേതാക്കൾ ഉൾപ്പെട്ട കേരളത്തിലെ മെഡിക്കൽ കോഴയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതികരണം. I think if a party sets a precedent by throwing its member out on an alleged suspicion, it's a good stand that it's a good step in Indian politics. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കേരളത്തെ സംഘർഷബാധിത പ്രദേശമാക്കാനുള്ള ഗൂഢനീക്കം നടക്കുന്നുവെന്ന് പിണറായി വിജയൻ. നാടിന്റെ ശാന്തിയും സമാധാനവും യാതൊരു ഭംഗവും ഇല്ലാതെ നിലനിർത്താൻ സർവകക്ഷി യോഗത്തിൽ കക്ഷിഭേദമന്യേ ഏവരും പിന്തുണ അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പോലീസിന്റെ നിഷ്ക്രിയത്വത്തെക്കുറിച്ച് BJPയും കോൺഗ്രസും ആരോപണമുന്നയിച്ചു. സംസ്ഥാനത്തെ നിലവിലെ സംഘർഷാവസ്ഥ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചത്. പോലീസ് നിഷ്ക്രിയമാണെന്ന് കോൺഗ്രസും BJPയും സർവകക്ഷി യോഗത്തിൽ ആരോപിച്ചു. സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനായുള്ള ശ്രമങ്ങൾക്ക് എല്ലാ കക്ഷികളും സർവകക്ഷി യോഗത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതായത് കേരളത്തെ ഒരു സംഘർഷ മേഖലയായി ചിത്രീകരിക്കുന്നത് അത് സംസ്ഥാന താല്പര്യത്തിനെതിരാണ് എന്ന് പൊതുവെ കാണുകയുണ്ടായി. ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ ഭാഗമായി സമാധാനം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ, അതിന് എല്ലാ കക്ഷികളും പിന്തുണ പ്രഖ്യാപിച്ചു. കോളേജ് ക്യാമ്പസുകൾ ഉൾപ്പെടെ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എല്ലാ കക്ഷികളും യോഗത്തിൽ ആവശ്യപ്പെട്ടത്. അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ ആക്രമണം നടന്ന പ്രദേശത്ത് രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഏവരും എത്തിച്ചേരുന്നത് അക്രമികളെ ഒറ്റപ്പെടുത്താൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന CPIMും നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന CPIMും അവർ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്. പല സന്ദർഭങ്ങളിലും പോലീസ് കാഴ്ചക്കാരായി മാത്രം നിൽക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. ക്രമസമാധാനം പാലിക്കേണ്ട ചുമതല സർക്കാരിനാണ്. പ്രായോഗികമായ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ കഴിയൂവെന്ന് O രാജഗോപാൽ MLAയും അഭിപ്രായപ്പെട്ടു. സമാധാനം ഉണ്ടാവേണ്ടതിനെ സംബന്ധിച്ച ആവശ്യകതയെപ്പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. LDF കൺവീനർ വൈക്കം വിശ്വൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവരും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, MT രമേശ് തുടങ്ങിയവരും പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ MM ഹസൻ തുടങ്ങിയവരും സർവകക്ഷി യോഗത്തിനെത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, VK മധു CPIM നേതാവ്, ഷാനിമോൾ ഉസ്മാൻ, MV ഗോവിന്ദ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. ആദ്യം MV ഗോവിന്ദ മാസ്റ്റർ, കേരളത്തിന് വൻ സാധ്യതകളാണ്. കേന്ദ്ര പ്രതിരോധ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സംസ്ഥാനത്ത് ക്രമസമാധാന നില വഷളാവുന്നു എന്ന് കണ്ടപ്പോൾ വരികയും കേരളത്തിൻ്റെ സാധ്യതകൾ തുറന്നു പറയുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് സമാധാനമുണ്ടാവണം, സമാധാനം കൈവരിക്കേണ്ടതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം ഭരണകക്ഷിക്കാണ്. അക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും അക്രമകാരികളാണ് എന്ന് പറഞ്ഞല്ല സംസ്ഥാനം കൈയൊഴിയേണ്ടത്. അങ്ങനെ ഒരു താരതമ്യം ശരിയല്ല. ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുന്നവർ തന്നെ ഈ അക്രമം ഒഴിവാക്കുന്നതിന് വേണ്ടിയും ശ്രമിക്കണം. LDF അധികാരത്തിൽ വരുമ്പോഴാണ് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് പോലീസിനെ സുതാര്യമായും സത്യസന്ധമായും പ്രവർത്തിക്കാൻ അനുവദിക്കുക വഴി അക്രമം ഇല്ലായ്മ ചെയ്യാനുള്ള ഉത്തരവാദിത്തം CPIM ഭരണകക്ഷി നിർവഹിക്കില്ലേ? ഇതിനകത്ത് യാതൊരു സംശയമില്ല. അക്രമം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. പോലീസിനെ സ്വതന്ത്രമായിട്ട് നിലപാട് സ്വീകരിക്കാൻ അനുവദിക്കുകയും വേണം.
ഈ രണ്ട് കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, സഹോദരൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇപ്പോഴും എല്ലാവർക്കും ബോധ്യമാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു വരികയാണ്. അപ്പൊ ഇവിടെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നേരെ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാനാവുമോ എന്നാണ് RSSും BJPയും കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കാലഘട്ടത്തിലും, എല്ലാ സന്ദർഭത്തിലും, വളരെ ചുരുക്ക സമയത്തായിട്ടുള്ള എല്ലാ സന്ദർഭത്തിലും RSകാരും BJPക്കാരും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇവിടെ CPIM എടുക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുഴപ്പമുണ്ടാവുന്നത് എന്നാണ്. എന്നാൽ നേരെ മറിച്ചാണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാം. എം വി ഗോവിന്ദ മാസ്റ്റർ, അതാണ് പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോഴാണ് കേരളത്തിൽ BJP CPM സംഘർഷം വർദ്ധിക്കുന്നത് എന്നും, അപ്പോൾ ഇങ്ങനെ സംഘർഷം വർദ്ധിക്കുമ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPM ഞങ്ങൾ മാത്രമല്ല അക്രമകാരികൾ, എതിർപക്ഷത്തും അക്രമകാരികൾ ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനു പകരം ഈ അക്രമത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി ഭരണകക്ഷി ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് ജെയ്റ്റ്ലിയുടെ ഉപദേശം. പറഞ്ഞത് അതാണ്. ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര നേതൃത്വം ചെയ്യേണ്ടത് BJPയുടെ ഇവിടെ RSS ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ തന്നെ വരുമ്പോൾ മാത്രമൊന്നുമല്ല വന്നില്ലെങ്കിലും ഇവിടെ ക്രമസമാധാനപരമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കേണ്ടത്. ഇവിടെ രഹസ്യമായിട്ട് RSSന്റെ കണ്ണൂർ ബൈഠക്ക് തീരുമാനിച്ചത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിലേക്ക് ശക്തിയായിട്ട് ഇറങ്ങിച്ചെല്ലണമെന്നും സംഘർഷം ഉണ്ടാക്കണമെന്നാണ്. ഇതാണ് യഥാർത്ഥ തീരുമാനം. ആ തീരുമാനം പ്രാവർത്തികമാക്കുന്ന സന്ദർഭത്തിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എപ്പോഴാണോ അതിൽ നിന്ന് അവർ പിന്തിരിയുന്നത് അപ്പോൾ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ട്. അത് പോരാ, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നാണ് ജെയ്റ്റ്ലി പറയുന്നത്. ദയവായി തുടരുക. ഷാനിമോൾ ഉസ്മാൻ, നമുക്ക് BJPയിലേക്ക് പോകുന്നതിന് മുമ്പ് CPIM വലിയൊരു കണക്കാണ് കാണിക്കുന്നത്. CPM പറയുന്നത് 1970 ശേഷം സംസ്ഥാനത്ത് 969 പേർ കൊല്ലപ്പെട്ടു. അതിൽ 527 പേരും CPMകാരാണ്. അതിൽ അഴീക്കോടൻ അതുപോലെ കുഞ്ഞാലി അടക്കമുള്ളവരുണ്ട്. മറ്റു പാർട്ടികൾ 442 വരുന്നുള്ളൂ. അതിൽ തന്നെ BJP 185 എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്രമം ഉണ്ടാക്കുന്നത് മറുപക്ഷത്തു നിന്നാണ് എന്നാണ് അവരുടെ വാദം. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പുതിയൊരു കണക്ക് കൂടുതൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 14 മാസത്തിൽ 13 കൊലപാതകം നടന്നു. അതിൽ 10 CPMകാരെയാണ്, ഒരാൾ കോൺഗ്രസ്സുകാരാണ്, 2 പേർ ന്യൂനപക്ഷ വിഭാഗക്കാരാണ്. മലപ്പുറത്ത് മതം മാറി എന്ന പേരിൽ ഒരു ന്യൂനപക്ഷ വിഭാഗക്കാരനെ കാസർഗോഡ് പള്ളിയിൽ കയറി ഒരു വെട്ടിക്കൊലപ്പെടുത്തി. ഇത് രണ്ടും വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് കൂടിയാണ്. രാഷ്ട്രീയമായി നേരത്തെ ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങുന്നുണ്ട്. ഇത്തവണ അമിത്ഷാ വന്നതിന് ശേഷം CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കയറി ആക്രമിക്കുക, നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുക, CPMനെ ആ നിലയിൽ പ്രകോപിപ്പിച്ച് കേരളം ഒരു ക്രമസമാധാന പ്രശ്നമുള്ള സംസ്ഥാനമാക്കി വരുത്തുക എന്നുള്ളത്. 2 ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആക്രമിച്ച് കേരളത്തിൽ വർഗീയ കലാപത്തിനുള്ള സാധ്യത നേടുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് നമുക്ക് കഴിഞ്ഞ ഏറെക്കാലമായിട്ട് CPMനെയും അതുപോലെ തന്നെ BJPയെയും RSSനെയും ഒക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്കൊക്കെ ബലിദാനികളും രക്തസാക്ഷികളും വേണം. ബലിദാനികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി നിലകൊള്ളുമ്പോൾ മറ്റേ പാർട്ടി രക്തസാക്ഷികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഞങ്ങൾ ഈ അക്രമത്തെ ഏത് തരത്തിലായാലും അവിടെ പിടഞ്ഞു വീഴുന്ന മനുഷ്യന്റെ രക്തം അത് തീർച്ചയായിട്ടും മനുഷ്യനാണ് എന്ന് കണക്കാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിച്ചിട്ടുള്ളത്. സമാധാനത്തിന്റെ ഭാഗത്ത് തന്നെയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇരു സർക്കാരുകളും നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഐച്ഛിക വിഷയം തന്നെയാണ് അക്രമം. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മറച്ചു വെക്കാൻ പൊതുവായി ആ വിഷയത്തെ സമീപിക്കാതെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒരു തുടക്കം കിട്ടുമായിരുന്നു. നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അവരുടെ കയ്യൊപ്പുള്ള പുത്തൻ പരിപാടികൾ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കേൾക്കാൻ വയ്യ. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ ഗോപാലകൃഷ്ണൻ,
നോക്കൂ, ഈ കഴിഞ്ഞ 14 മാസത്തിനുള്ളിൽ 13 കൊലപാതകം നടന്നു എന്നും 13 കൊല യഥാർത്ഥത്തിൽ RSSകാരാണ് നടത്തിയത് എന്നാണ് വാദം. അതിന് പകരം താങ്കൾക്കൊരു 14 കൊലപാതകം മറിച്ചും പറയാനുണ്ടാവുമായിരിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ സമാധാനം തകർന്നു, ക്രമസമാധാനം തകർന്നു എന്ന് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ലേ ഇന്ന് അരുൺ ജെയ്റ്റ്ലി കേരളത്തിലെത്തിയത്? അരുൺ ജെയ്റ്റ്ലി കേരളത്തിലെത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് കേരളത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരമില്ലാതെ പ്രവർത്തിക്കുന്നവരെ മുഴുവനും കൊന്നൊടുക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ പോലീസ് ആണെങ്കിൽ സർക്കാർ പറയുന്നത് പോലെയാണ് കേൾക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോലീസായിട്ടാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ? ഈ കേരളം എന്ന് പറയുന്നത് CPMന് മാത്രം പ്രവർത്തിക്കാൻ പറ്റിയ സ്ഥലമോ? ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഗോവിന്ദമാഷ് ചില കാര്യം പറയുന്നത് കേട്ടു. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ആരാണ് നികേഷേ? കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലേ? നിങ്ങളുടെ ഉപദേശം തന്നെ എടുക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ AK ആന്റണി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, നിങ്ങളല്ലേ തുടങ്ങി വെച്ചത് എന്ന് ചോദിക്കുകയാണ് RSSും CPMും. ഒരാൾ തുടങ്ങി വെച്ചാൽ തൊട്ടടുത്ത നിമിഷം വലിയ യുദ്ധമാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ആയുധങ്ങളും സംഭരിച്ചു വച്ചിരിക്കുകയാണ് BJPയും CPMും. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഒരു ചെറിയ മിന്നൽ വീണ സമയത്ത് അന്ന് രാത്രി തന്നെ അതൊരു യുദ്ധമാക്കി മാറ്റാൻ ഈ രണ്ട് സർവ്വസന്നാഹങ്ങളുമുള്ള പാർട്ടികൾക്ക് കഴിഞ്ഞത് എന്നാണ് AK ആന്റണി പറയുന്നത്. അതിനെ ശരിവെക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ സംഭവങ്ങളും. നോക്കൂ, ഇവിടെ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഒരിക്കൽ കൂടി വായിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അത് വിട്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എടുക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ സന്നാഹങ്ങൾ എടുക്കുന്നത്. അത് ഒരു കേന്ദ്രമന്ത്രി ഇവിടെ വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങൾ ആകെ തന്നെയും ഇവിടെ തമ്പടിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഈ ദേശീയ തലത്തിലുള്ള പ്രചരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടല്ലേ? നികേഷ്, ഞാൻ പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയാം. കാരണം ഒരു ആമുഖം പറയണമല്ലോ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ്. നേരത്തെ ഗോവിന്ദമാഷ് പറഞ്ഞത് RSS ആണ് ആയുധമെടുക്കുന്നത്, ആക്രമിക്കുന്നതെന്നാണ്. ഞാൻ ചോദിക്കുന്ന 1948 ഗുരുജി ഗോൾവാൾക്കർ വന്നപ്പോൾ ആദ്യം ആക്രമിച്ചത് ഇടതുപക്ഷം. അതിനുശേഷം 5 കൊലപാതകങ്ങൾ രാത്രി ഈ കണ്ണൂരിൽ നടന്നു. 5 കൊലപാതകത്തിലും ഞങ്ങൾ പ്രതികരിച്ചില്ല. 5ാമത്തെ കൊലപാതകം സ്വാഭാവികമല്ലേ? ഒരു കള്ളൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ കള്ളനെ പിടികൂടുകയും ആ കള്ളനെ തല്ലുകയും ചെയ്യുക എന്ന് പറയുന്നത് ആ വീട്ടിലെ ഉടമയുടെ സ്വഭാവമാണ്. അതിനെ നിങ്ങൾ ഉടനെ അക്രമം എന്ന് പറഞ്ഞാലോ, കള്ളൻ ചെയ്യുന്നത് തന്നെയാണ് വീട്ടുകാരും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പേരിലും ഒരേപോലെ കേസെടുക്കുമോ? ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. ഇവിടെ പ്രവർത്തിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി, നേരത്തെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞല്ലോ, ആ ഷാനിമോൾ ഉസ്മാൻ കാര്യം മനസ്സിലാക്കണം. 44 പേരെയാണ് കണ്ണൂരിൽ കോൺഗ്രസുകാരെ CPM കൊന്നത്. ഇന്നലെ വീക്ഷണം പത്രം ഉണ്ടെങ്കിൽ എടുത്തു വായിക്ക്. ഇന്നലെ തൃശ്ശൂരിൽ ഒരു പഞ്ചായത്ത് മെമ്പർ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ CPM കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറുടെ കൈയൊടിച്ച്, ആ കൈയൊടിഞ്ഞ കൈയുമായിട്ട് വീക്ഷണം പത്രത്തിൽ അവരുടെ ഫോട്ടോയുണ്ട്. കോൺഗ്രസുകാർക്ക് ഒരുപക്ഷെ ഇതിലൊന്നും ഒരു വിഷമുണ്ടാവില്ല. ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊല്ലാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു ചെയ്യുന്നു എന്നുള്ളൊരു സത്യമാണ്. അത് മനുഷ്യ സ്വഭാവമാണ്. പക്ഷെ ഞങ്ങൾക്ക് അക്രമത്തിനുള്ള താല്പര്യമില്ല. ജനാധിപത്യ രീതിയിൽ ദേശവ്യാപകമായി തന്നെ ഞങ്ങൾ പ്രചരിപ്പിക്കും. സംഘടനയാണ്. നിങ്ങൾ തിരിച്ചാലോചിക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്താണ്, താങ്കളുടെ പ്രവർത്തന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷമുണ്ടായത്. ആ തിരുവനന്തപുരത്തെ സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഇത് ദേശീയ വിഷയമാക്കി മാറ്റിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM മാത്രമല്ല BJPയും അക്രമികളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് അല്പം മുമ്പ് ശ്രീ MV ഗോവിന്ദ മാസ്റ്ററും CPM നേതാക്കൾ തുടർച്ചയായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണക്കാണ് കോടിയേരി ഉന്നയിച്ചത്. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി ഉന്നയിച്ച വിഷയം തന്നെയാണ്. ഈ പ്രാഥമിക ഉത്തരവാദിത്തം നിങ്ങൾ ഭരണത്തിലേറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നിങ്ങളെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ്? കേരളത്തിലെ സമാധാനപൂർണമായ ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കില്ല എങ്കിൽ അത് പറയണം. പക്ഷേ
അരുൺ ജെയ്റ്റ്ലി വിശ്വസിക്കുന്നത്, കേന്ദ്ര പ്രതിരോധ മന്ത്രി വിശ്വസിക്കുന്നത്, മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരൻ വിശ്വസിക്കുന്നത് അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന മന്ത്രിസഭയ്ക്ക് എന്നതുപോലെ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ CPIM-നാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്ന്, എതിർപക്ഷത്ത് RSSഉം സമാനമായ വിധത്തിലല്ല ഒന്ന് കൂടുതലാണെങ്കിൽ തന്നെയും ഞങ്ങളെയും ആക്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? രണ്ട്, നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ എന്താണ്? തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. ആരാണ് പങ്കെടുത്തത്? തിരുവനന്തപുരത്തെ DYFIയുടെ മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വാർഡിലെ മെമ്പറായിട്ടുള്ള ഒരാൾ, സംസ്ഥാന അധ്യക്ഷൻ അല്പം മുമ്പ് അവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷന് നേരെ എന്ന് തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. അപ്പോൾ പോലീസ് ഏത് നിലയിലാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും നമ്മൾ അവർ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആക്രമണത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ തുടർച്ചയായ സംഘർഷത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് CPM കാണിക്കുന്ന ഈ നിസ്സംഗ സമീപനമാണ്. പോലീസിനെ കയറൂരി വിട്ടതുകൊണ്ടാണ്, പോലീസിനെ തങ്ങൾക്ക് അനുകൂലമായി നിർവീര്യമാക്കിയതുകൊണ്ടാണ്. ഇത് ജെയ്റ്റ്ലിയുടെ അഭിപ്രായം മാത്രമല്ല, കേരളത്തിലെ മനസാക്ഷിയുള്ള ആരും പറഞ്ഞു പോകുന്ന അഭിപ്രായമാണ്. മധു, ഹലോ കേട്ടെങ്കിൽ മറുപടി. ഹലോ ഹലോ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. MV ഗോവിന്ദ മാസ്റ്റർ, താങ്കൾക്ക് അതിന് മറുപടി പറയാം. ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർവകക്ഷി സമ്മേളനം മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്തൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിന്റെ ഒരു കാര്യം ഞാൻ നേരത്തെ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ദിഗേഷനെ പറഞ്ഞതുപോലെ, ജെയ്റ്റ്ലിയുടെ വരവ് ഉൾപ്പെടെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള RSSന്റെയും BJPയുടെയും അജണ്ടയും ഉണ്ട്. ഇത് രണ്ടും വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് നരേന്ദ്രമോദി എങ്ങനെയാണോ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് അതുപോലെ തന്നെയുള്ള പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. അവിടെ അധികാരത്തിൽ ഇരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും ഇവിടെ ഇരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റും ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഭരണ സംവിധാനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ UPയെക്കാളും അതുപോലെ തന്നെ BJPയുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകളെക്കാളും സമാധാനപരമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഇവിടെ RSSകാരും RSSകാരും തമ്മിൽ ചില തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. എല്ലാം തുടക്കക്കാരായിട്ട് RSSകാർ തന്നെയാണ്. ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞു കേട്ടു 5 ഞങ്ങളെ കൊന്നതിന് ശേഷമാണ് ഞങ്ങൾ കൊല്ലാൻ തുടങ്ങിയത് എന്നാണ്. തീർച്ചയായിട്ടും തെറ്റായ നിഗമനമാണ്. അല്ല, ഞാൻ ഇടപെടുകയാണ് ഗോവിന്ദ മാസ്റ്റർ. അവരങ്ങനെ ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ താരതമ്യമോ ഒക്കെ നടത്തിക്കൊള്ളട്ടെ. അവർക്കൊരു ഉത്തരവാദിത്വമില്ല കേരളത്തിൽ. അവരൊരു ഔദ്യോഗിക പ്രതിപക്ഷ പാർട്ടി പോലുമല്ലേ, ഒരു MLA ഉള്ള രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. പക്ഷെ CPM അത് ചെയ്യാൻ പാടില്ല എന്നാണ് ജെയ്റ്റ്ലി പറയുന്നത്. അല്ല, ഞങ്ങൾ ചെയ്യുന്ന പ്രശ്നമില്ല. ഞങ്ങൾ CPIM മുൻകൈ എടുത്തുകൊണ്ട് ഒരൊറ്റ കൊലപാതകവും കേരളത്തിൽ നടന്നിട്ടില്ല. CPIM-എതിരായിട്ട് കടന്നാക്രമണം നടന്നത്. ആളെ കൊന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാവുമെങ്കിൽ ആദ്യം ഇല്ലാതാവേണ്ട പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ശ്രീ ഗോവിന്ദ മാസ്റ്റർ, അങ്ങനെ ഒരു വിലയിരുത്തൽ ശരിയല്ല എന്നുള്ള ഒരു വാദം താങ്കൾക്കുണ്ടോ? അങ്ങനെയാണ് ജെയ്റ്റ്ലി പറയുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഒറ്റ ഒരു ഉദാഹരണം ഞാൻ പറയും. 1980കളുടെ മുഖപരിചയം പോലും ഇല്ലാത്ത കേരളത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള RSS ക്രിമിനലുകൾ തലശ്ശേരി താലൂക്കിന്റെ വിവിധ കേന്ദ്രത്തിൽ കൃത്യം 11 മണിക്കാണ്. 11 മണി, ഞാനിവിടെ ചെറുതാണ്. 11 മണിക്ക് നിരവധി ബീഡി കമ്പനികളിൽ നേരിട്ട് ബോംബേർ നടത്തുകയാണ്. വെറുതെ ഒന്നുമല്ല. അത് ആരോടെങ്കിലും വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല, അത് ആരെയെങ്കിലും മുഖപരിചയമുള്ള ഒരാളുള്ളത് കൊണ്ടുമല്ല. ഈ ബീഡി കമ്പനികളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം അല്ല 99% മാർക്സിസ്റ്റുകാരാണ് എന്നുള്ളത് കൊണ്ട് മാർക്സിസ്റ്റുകാരെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് ബോംബെറിയുന്നു. തടത്തിൽ ബാലൻ പഴയ കാര്യം. MV ഗോവിന്ദ മാസ്റ്റർ, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ജെയ്റ്റ്ലിയുടെ ഈ വാദത്തിൽ യാതൊരു കഴമ്പും ഉണ്ടാവുമായിരുന്നില്ല. ഇന്ന് ഈ ഭരണത്തെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്, CPM ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ തരത്തിൽ ഇങ്ങനെ ഒരു താരതമ്യം ചെയ്യുന്നത് അത്ഭുതകരമായി തോന്നുന്നു എന്ന്.
മാത്രമല്ല ജെറ്റ്ലി പറയുന്നത് ഒരുപക്ഷെ തീവ്രവാദികളെ പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അല്ല, ഇതൊന്നും ഇപ്പൊ പറയുന്നത് യാതൊരു കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ കേരളത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ പാർട്ടി പ്രസ്ഥാനങ്ങളും ഒക്കെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും ഉണ്ടാകുമെന്നാണോ? ഭാഷാപരമായിട്ടുള്ള ഇനിയും ഉണ്ടാകുമെന്നാണോ പറയുന്നത് ഗോവിന്ദ മാഷ്? എങ്ങനെ ഇനിയും ഉണ്ടാകുമെന്നാണോ പറയുന്നത്? അല്ലല്ല, ഞാനങ്ങനെ ഒന്നും പറയുന്നില്ല. ഞാൻ സമാധാനത്തിന് വേണ്ടിയിട്ടല്ലോ ശക്തിയിൽ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നേരത്തെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവിടെ ബോംബെറിഞ്ഞിട്ട് നിരവധി ആളുകളെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. ശരി, പക്ഷേ ഈ രണ്ട് എനിക്ക് ഒറ്റ കാര്യത്തിലെ ഉത്തരം കിട്ടേണ്ടത്. ഈ രണ്ട് താരതമ്യങ്ങൾ ശരിയല്ല എന്നാണ് ജെറ്റ്ലി പറയുന്നത്. അത് ജെറ്റ്ലി പറയുന്നത് ശരിയല്ല എന്ന് താങ്കൾ വാദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം തരികയാണെങ്കിൽ ഞാൻ അവിടെ തൃപ്തനാവുകയാണ്. ഒന്ന്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ അക്രമം ഉണ്ടാവുന്നുണ്ട് എന്ന വാദം എത്ര കണ്ട് ശരിയാണ്. കാരണം കാലാകാലങ്ങളിൽ ഈ BJP ഭരിക്കുന്ന ഹിന്ദി സംസ്ഥാനങ്ങളിൽ അക്രമം കൂടുതലാണ്, ക്രമസമാധാന പ്രശ്നം കൂടുതലാണ്. കേരളത്തെ ആ നിലയിൽ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. ഇനി CPM-ന് മാത്രമല്ല ആക്രമണം നേരിടേണ്ടി വരുന്നത്, എതിർപക്ഷത്തും ആ നിലയിലുള്ള CPM മാത്രമല്ല ആക്രമിക്കുന്നത്, എതിർപക്ഷത്തും അത്തരത്തിലുള്ള അക്രമികൾ പറയുന്നത് എന്നും ശരിയല്ല. കാരണം CPM ആണ് ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട്. ഇത് ജെറ്റ്ലിയുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, ജെറ്റ്ലി പറയുന്ന അഭിപ്രായമല്ലല്ലോ ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതല്ലേ പ്രശ്നം. ജെറ്റ്ലി പറയുന്നതല്ല ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണൻ പറയുന്നത് ഞങ്ങൾക്കെതിരായിട്ട് അക്രമം നടന്നപ്പോൾ ഞങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങി, ആ അടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തുടങ്ങിയത് മുഴുവൻ മാർക്സിസ്റ്റുകാരാണെന്നും പറഞ്ഞു. അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാ ഈ തലശ്ശേരി താലൂക്ക്. ശരി, അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി അല്ല, അത് ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നില്ല എങ്കിൽ ഇന്നത്തെ സ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കാനുള്ള ഉത്തരവാദിത്വം, മുൻകൈ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള നേതൃത്വം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെയാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സർവകക്ഷി യോഗം നടന്നത്. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു അപ്പീൽ നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ശ്രീ ഗോപാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അക്രമത്തെ അപലപിക്കുകയും എന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം അത് ചർച്ചയ്ക്കിടയിൽ വായിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് ആവർത്തിക്കണം എന്ന് തോന്നുന്നില്ല. അതൊരു രാഷ്ട്രീയ സംസ്കാരമായും രാഷ്ട്രീയ ബോധമായും വളർത്തിയെടുക്കണം. ഏതോ ഘട്ടത്തിൽ കൈവിട്ടുപോയ ഈ സംസ്കാരം തിരിച്ചുപിടിച്ച് സമാധാനപൂർണ്ണമായ രാഷ്ട്രീയ പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നും ലേഖനത്തിൽ പറയുന്നതിനോടൊപ്പം തന്നെ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, സംസ്ഥാന സമിതിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കീഴ്ഘടകങ്ങളോട് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരക്രമത്തിൻ്റെ മുന്നിലും CPM ഉണ്ടാകാൻ പാടില്ല എന്ന്. മാത്രമല്ല, CPM കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച BJP ഓഫീസിന് നേരെ ഉണ്ടായുള്ള ആക്രമണം ഉണ്ടല്ലോ, ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദികളെന്ന് നിങ്ങൾ CCTV-യിലൂടെ കണ്ടെത്തിയ ആളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന ആൾ കേന്ദ്രമന്ത്രിയാണ്, CPM-നും BJP-ക്കും അവകാശപ്പെട്ട ഒരു മന്ത്രിയാണ്. ആ ആൾ ഇവിടെ വന്നിട്ട് ഒരു BJP-കാരൻ്റെ RSS-കാരൻ്റെ വീട്ടിൽ മാത്രം പോവുകയും RSS-ന് പറ്റിയ അപകടങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നീതിയാണോ, ഉചിതമാണോ? ഈ ചോദ്യം നികേഷ് ആദ്യം ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയോടാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്ന നീതികേട് ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മുഖ്യമന്ത്രിയോട് ചോദിക്ക്, എന്തുകൊണ്ട് രമിത്തിന്റെ വീട്ടിൽ പോയില്ല? രമിത്തിന്റെ വീട് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു വെളിപ്പാട് അകലെയുള്ള വീടാണ്. സന്തോഷിന്റെ വീടെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത വീടാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, മുഖ്യമന്ത്രിയുടെ സർവകക്ഷി യോഗം, മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ സർവകക്ഷി യോഗം, ആ സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട് അവിടെ AK ബാലൻ വന്നു. അന്ന് AK ബാലൻ വന്ന സമയത്താണ് AK ബാലനോട് പറഞ്ഞിരുന്നത്, AK ബാലനുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചിരുന്നത്, എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളെല്ലാവരും വീട്ടിൽ പോകണം. അതുമായി ബന്ധപ്പെട്ടാണ് സന്തോഷിന്റെ വീട്ടിൽ പോയത്. ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം നടന്ന കൊലപാതകം മോഹനന്റെ വീട്ടിൽ പോയില്ലേ?
ഞാൻ എന്ത് നീതികേടാണെന്നുള്ളതിന്റെ ചോദ്യമാണ് പറഞ്ഞത്. CPM-ന്റെ കൊല ചെയ്യപ്പെട്ട മോഹനന്റെ വീട്ടിൽ പോയ മുഖ്യമന്ത്രി എന്തുകൊണ്ട് രമിത്തിന്റെ വീട്ടിൽ പോയില്ല? എന്തുകൊണ്ട് സന്തോഷിന്റെ വീട്ടിൽ പോയില്ല? എന്തുകൊണ്ട് ബിജുവിന്റെ വീട്ടിൽ പോയില്ല? എന്തുകൊണ്ട് DYF-കാരൻ ആ ജിഷ്ണുവിന്റെ വീട്ടിൽ പോയില്ല? അതാണ് ആദ്യം പ്രതിരോധ മന്ത്രിയോട് ചോദിക്കുന്നതിന് പകരം ആദ്യം നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടത്. വാസ്തവത്തിൽ ഞാൻ നികേഷ് പറഞ്ഞതിനോട് യോജിക്കുകയാണ്. മനസാക്ഷിയുള്ളവർ തീർച്ചയായിട്ടും വ്യാകുലപ്പെടേണ്ടതായ ഒരു സമയമാണിത്. ഞങ്ങൾ ഇന്നലെ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ 100% ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, ആ ഗോവിന്ദ മാഷ് പറഞ്ഞ അതേ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയുന്നു, കോടിയേരി ബാലകൃഷ്ണന്റെ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സൗഹൃദ സംഭാഷണത്തെ എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഇതേ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറയുകയുണ്ടായി, നിങ്ങൾ തിരുവനന്തപുരത്ത് ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. ഉഭയകക്ഷി ചർച്ച നടത്തിയതിനു ശേഷവും കാട്ടാക്കടയിൽ ആക്രമണം ഉണ്ടാകുന്നു. കാട്ടാക്കടയിൽ ആക്രമണം ഉണ്ടായപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ഫോണെടുത്ത് BJP ജില്ലാ പ്രസിഡന്റിനെ വിളിക്കുന്നു. നമ്മളിങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്, പക്ഷേ കാട്ടാക്കടയിൽ ഒരു CPM പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അത് BJP തള്ളിപ്പറയുന്നു. ഉടൻ തന്നെ ആ കാര്യത്തിലൊരു തീർപ്പുണ്ടാകുന്നു. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർച്ച സർവകക്ഷി യോഗത്തിലും അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെയെങ്കിലും പ്രാദേശികമായ തരത്തിൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഓടിയെത്തുക, എന്നിട്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഇപ്പം അരുൺ ജെയ്റ്റ്ലിയുടെ കാര്യത്തിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണല്ലോ ഉള്ളത്. ഇനി അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ ഞാൻ അന്ന് BJP ജില്ലാ പ്രസിഡന്റ് സുരേഷിനെയും വിളിച്ചു ചോദിച്ചു. സുരേഷും പറഞ്ഞു ആ നിലയിലുള്ള ഒരു ബന്ധപ്പെടൽ, ഒരു വർക്കിംഗ് റിലേഷൻ സാധ്യമാണ് RSS-ഉം CPM-ഉം തമ്മിലെങ്കിൽ അതല്ലേ ഏറ്റവും ഉചിതമായ മാർഗം. അങ്ങനെ ഗ്രൗണ്ട് ലെവൽ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ ആദ്യത്തെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത്? ഈ ആക്രമണ സംഭവങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഗവൺമെന്റ് ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്ന പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. തിരുവനന്തപുരത്ത് അവസാനമുണ്ടായ ആക്രമണങ്ങളിൽ ആദ്യം ആക്രമണങ്ങൾ ആരംഭിച്ചത് CPM-ന്റെ ഭാഗം നിന്നല്ല. കാട്ടാക്കടയിൽ വീരണകാവിൽ ഞങ്ങളുടെ CPM-ന്റെ LC ആഫീസ് ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തു. അതിന് തൊട്ട് പരിസരത്തുള്ള CPM-ന്റെ പ്രവർത്തകരുടെ വീടുകളെല്ലാം ആക്രമിച്ചു. അതിന് തുടർച്ചയായിട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സംസ്ഥാന നേതാവ് സഖാവ് കാട്ടാക്കട ശശിയുടെ വീട് പാതിരാത്രി ആക്രമിച്ചു. ആ ആക്രമണങ്ങൾ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിൽ CPM-ന്റെ ചാല ഏരിയ സെക്രട്ടറി സുന്ദറിന്റെ വീട്, കൗൺസിലർമാരുടെ വീട്, CPM-ന്റെ ജില്ലാ നേതാവ് കരമനഹരിയുടെ വീട്, മഹിളാ നേതാവ് പുഷ്പലതയുടെ വീട്, ഇങ്ങനെ ആക്രമണങ്ങൾ വ്യാപിക്കുകയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ബിനുവിന്റെ വീട്ടിലേക്ക് പാതിരാത്രി വന്ന ആക്രമണം നടക്കുന്നത്. കുട്ടികൾ നിലവിളിച്ചപ്പോ ആ അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇന്നത്തെ സാഹചര്യത്തില് ഈ നിലയിലെ ഒരു വാദപ്രതിവാദമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഞാൻ അതിനാണ് നേരത്തെ AK ആന്റണിയെ ഉദ്ധരിച്ചത്. AK ആന്റണി പറയുകയായിരുന്നു ഒരിടത്ത് ഒരാൾ ഒരു അക്രമം ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് പറഞ്ഞു തീർച്ചയായിട്ടും അതുതന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ബിനുവിന്റെ പേരിൽ അപ്പൊ തന്നെ CPM നടപടി സ്വീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായല്ലോ. ഒരു RSS-ന്റെ BJP-യുടെ പ്രവർത്തകന്റെ പേരിൽ എന്തെങ്കിലും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടോ? സീതാറാം യെച്ചൂരിയുടെ നേരെ ആക്രമണം ഉണ്ടായല്ലോ. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ആഫീസ് ആക്രമിച്ചല്ലോ. ഏതെങ്കിലും ഒരു RSS-കാരന്റെ പേരിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഇപ്പൊ തിരുവനന്തപുരത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ സമാധാന ചർച്ച നടന്ന് ഒരു ധാരണയിലെത്തിയതിനു ശേഷമാണ് കാട്ടാക്കടയിൽ CA2-ന്റെ ഏരിയ പ്രസിഡന്റ് ഫ്രാൻസിസിന്റെ വീട് ആക്രമിക്കുന്നത്, ബോംബെറിയുന്നത്. ഫ്രാൻസിസിന്റെ 2 പെൺമക്കൾ കിടന്നുറങ്ങുന്ന മുറിയുടെ അതിന്റെ വിശദാംശങ്ങളാണ് താങ്കൾ പറയാൻ പോകുന്നത്. പക്ഷേ അക്കാര്യത്തിലാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു വർക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ വരാം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇവിടെ ഈ ഒരു സാഹചര്യത്തെ നോക്കൂ. നേരത്തെ ശ്രീ VK മധു ചൂണ്ടിക്കാണിച്ചല്ലോ, രാഹുൽ ഗാന്ധിക്ക് നേരെ പോലും സിമന്റ് കട്ട എറിയുന്ന വിധത്തിൽ കാര്യങ്ങൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ശരിയാണ്, കേരളത്തിൽ CPM-ന് എപ്പോഴും കേൾക്കേണ്ടി വരുന്ന ഒരു പഴിയുണ്ട്. ഒരു വശത്ത് എവിടെ രാഷ്ട്രീയ സംഘർഷമുണ്ടായാലും ഒരു വശത്ത് CPIM ആണ് എന്ന്. ദേശവ്യാപകമായി നോക്കൂ, ഒരു വശത്ത് പൂർണ്ണമായും RSS-ഉം ബാക്കി ഇന്ത്യയിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ വ്യക്തികളുണ്ടോ അവരായിരിക്കും
RSSന് നേരെ RSSന്റെ ആക്രമണം നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ സാധാരണഗതിയിൽ CPM RSS സംഘർഷമാണോ അതോ RSSന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ കേരളത്തിൽ? നികേഷ്, എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരല്പസമയം വേണം. ഇതിനകത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആക്രമിച്ച സംഭവത്തെ ശക്തമായി തന്നെ രാജ്യത്തെ എല്ലാ മേഖലകളിൽ നിന്നും അതിൻ്റെ എതിർപ്പുകൾ വരുന്നുണ്ട്, അപലപിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംഭവം കാണിച്ച് ആരെങ്കിലും പക്ഷം ചേരാറൊന്നും ഞാനില്ല. ഇന്നലെ മിനിഞ്ഞാന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനവും കേരളം എന്ന് പറയുന്ന സംവിധാനവും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ രാജ്യം എത്രയോ വർഷങ്ങളായി നിലകൊള്ളുന്ന ഒരു രാജ്യത്ത് ഇതിപ്പോൾ ഇതാദ്യമാണോ? ശ്രീ ഗോപാലകൃഷ്ണനൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും മെനിഞ്ഞാന്നുണ്ടായ ഒരു രാജ്യമാണിതെന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷമാണ് ഈ വർഗീയതയും ഈ അക്രമത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ ഉണ്ടാകുന്നത്. കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിന്ന് ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഈ ചർച്ചയുണ്ടാകുന്നത്. ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഈ രണ്ട് ടീമിനും മനുഷ്യന്റെ രക്തം കണ്ട അറപ്പ് മാറിയ ആളുകളാണ്. ഒരു ചാനലിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ പോലും അവർക്ക് പറയാനുള്ളത് എന്താ? ഞങ്ങളുടെ അത്ര പേരെ കൊന്നു. അവരുടെയൊക്കെ കുടുംബങ്ങൾ കേട്ടുകൊണ്ട് ഈ CPMനെയും BJPയെയും നിങ്ങളുടെ നിലപാടുകളെ ശക്തമായി അപലപിക്കുകയാണ്. ഇവിടെ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി എനിക്ക് കടക്കാനുണ്ട്. ഈ രാജ്യത്ത് വളരെ ശക്തമായ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റാണ്. ആ ഇടതുപക്ഷ ഗവൺമെന്റ് തെരഞ്ഞെടുത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരിന് ഫെഡറലിസത്തിൽ ഊന്നി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. പക്ഷേ BJP ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണപക്ഷമുണ്ട്, വളരെ ക്രിയാത്മകമായിട്ടുള്ള നിരവധി തവണ ഈ രാജ്യം ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ള പ്രതിപക്ഷമുണ്ട്. ഇവിടെ വ്യവസ്ഥാപിതമായ രീതിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് എന്നും പോലീസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തൽ നയം കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ സംഭവം ഇതിനെയൊക്കെ ആർക്കാ ന്യായീകരിക്കാൻ കഴിയുന്നത്? സത്യത്തില് നിങ്ങള് ഷാനിമോൾ പറഞ്ഞു വരുന്നത് കേന്ദ്രമന്ത്രിയുടെ വിസിറ്റ് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ്. അതായത് RSS പറയുന്നു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന്, ഗവർണർ മുഖ്യമന്ത്രിയെ സമൻ ചെയ്യുന്നു, കേന്ദ്രമന്ത്രി ഇവിടെ എത്തിയ RSSകാരൻ്റെ വീട്ടിൽ മാത്രം പോയി മടങ്ങുന്നു എന്നുള്ളതൊക്കെ ഈ ഫെഡറൽ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. ഗൗരവമുള്ള ചർച്ച. അല്ല, ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായ ശക്തമായ എതിരഭിപ്രായമുള്ള ആളുകളാണ് ഞങ്ങൾ. അക്രമ രാഷ്ട്രീയം, ഞങ്ങൾ എന്നും പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയ ഫാസിസവും വർഗീയ ഫാസിസവും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളുമാണ്. പക്ഷേ ഇവിടെ ഇടപെടുന്നതിന് ചില രീതികളുണ്ട്. ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന ഒരു മന്ത്രി ഇങ്ങ് വരിക, ഇവിടെയുള്ള ഗവൺമെന്റിനെ ശക്തമായി എതിർക്കുക, ഇവിടെയുള്ള പ്രതിപക്ഷമടക്കം സത്യസന്ധമായ ഇടപെടലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സത്യസന്ധമായി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള അഭിപ്രായ സമന്വയത്തിനൊക്കെ ശ്രമിക്കാവുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്. പക്ഷെ അതിനപ്പുറമായി അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, RSSന്റെയും സംഘപരിവാറിന്റെയും ഒന്നും അജണ്ട നടപ്പാക്കാൻ ഇവിടെ പോകുന്നില്ല. അക്രമ രാഷ്ട്രീയത്തിനെയും അതുപോലെ തന്നെ വർഗീയ രാഷ്ട്രീയത്തിനെയും ഞങ്ങൾ അതിശക്തമായി നിലകൊണ്ട് ഉസ്മാൻ അതിനെ ആ നിലയിലാണ് കാണുന്നത്. പക്ഷേ ആ വാർത്താ സമ്മേളനം താങ്കൾ പൂർണ്ണമായും കണ്ടോ എന്നറിയില്ല, യാത്രയിലാണല്ലോ. ഞാൻ എന്തായാലും ആ വാർത്താ സമ്മേളനം പൂർണ്ണമായി കണ്ടിരുന്നു. ക്രമസമാധാന നില കൈവരിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടു എന്നോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന RSSന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുകയോ ചെയ്യാതെയാണ് അരുൺ ജെയ്റ്റ്ലി വളരെ കരുതലോടുകൂടി വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു ടെലിവിഷൻ മാധ്യമത്തിനോ അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും പത്രത്തിനോ ഒരു സ്ലിപ്പ് ഓഫ് ടങ്ങായി അരുൺ ജെയ്റ്റ്ലിയുടെ വാർത്താ സമ്മേളനത്തെ മാറ്റിയെടുത്ത് അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഉലച്ചിലായി വലുതായി വികസിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സംഭവങ്ങളും എടുത്തു നോക്കൂ. RSSനെ സംബന്ധിച്ചിടത്തോളം ഈ സംഘപരിവാർ കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്ന RSS ഇതിനകം അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. സമൻ ചെയ്യുക, നിങ്ങളുടെ സംസ്ഥാന സമിതി ആ വാക്ക് വല്ലാത്ത രീതിയിൽ അപലപിച്ചല്ലോ. സമൻ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് സംബന്ധിച്ച് ഒരു തർക്കവും ഇപ്പോൾ ഇല്ല. അരുൺ ജെയ്റ്റ്ലിയുടെ സന്ദർശനവും കഴിഞ്ഞ് നിൽക്കുമ്പോൾ
ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്ന വിധത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അല്ല, ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിച്ചു എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഫെഡറൽ സംവിധാനത്തെ ഓരോന്നോരോന്നായിട്ട് ഓരോരോ മേഖലയിലായിട്ട് ഇപ്പോൾ അവസാനത്തെ GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫെഡറൽ സംവിധാനത്തിന്റെ കഴുത്തിന് കത്തിവെക്കുന്ന സമീപനം തന്നെയാണ് ഓരോന്നോരോന്നോട് പരിശോധിച്ചാൽ. അതിന്റെ ഒപ്പം ചേർത്ത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും ക്രമസമാധാനത്തിന്റെ പേര് പറഞ്ഞിട്ട് മറച്ചിടാനാവുമോ എന്ന് RSSും അതുപോലെ തന്നെ BJP വിഭാഗങ്ങളും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ആ ആലോചന അതേപോലെ തന്നെ പറയാൻ കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. അങ്ങനെ പറയാനും ആവില്ല. അതുകൊണ്ടാണ് വരികൾക്കിടയിൽ പോലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവാത്ത രീതിയിൽ ജെയ്റ്റ്ലി കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് പോയിട്ടുള്ളത്. അതിന്റെ അപ്പുറം പറയുന്നതിന് അവർക്ക് സാധിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്നത്തെ ഞാനതിന്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കേണ്ടതില്ലാതെ നിങ്ങൾ ഞാൻ കടക്കുന്നില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, മുൻകൈയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരക്രമവും ഇനി കേരളത്തിൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി സർവകക്ഷികളെ വിളിച്ചു ചേർത്ത് സർവകക്ഷികൾ യോജിച്ചൊരു തീരുമാനം എത്തിയിരിക്കുകയാണ്. ആ തീരുമാനത്തെ അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് CPIM നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇനി ഒരു കുഴപ്പവും ഈ കേരളത്തിൽ ഉണ്ടാവരുത്. പക്ഷേ ഗോവിന്ദ മാസ്റ്റർ, ഇതൊക്കെ തീരുമാനിക്കുമ്പോൾ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇവിടെ അമിത്ഷാ വന്നിട്ട് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് CPMന്റെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ്. CPMന് എവിടെയൊക്കെ ഏകപക്ഷീയമായ ശക്തിയുണ്ടോ അവിടെയൊക്കെ തന്നെയും ആക്രമണം നടത്തുക. അപ്പോൾ പ്രകോപനത്തിന്റെ ആഘാതവും കൂടുമല്ലോ. അപ്പോൾ ആ നിലയിൽ വലിയ CPM ആക്രമണം എന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടാകും. അത് ഈ ദേശാഭിമാനിയിൽ എഴുതുന്ന ലേഖനം കൊണ്ട് പിടിച്ചു നിർത്താൻ കോടിയേരി ബാലകൃഷ്ണന് കഴിയുമോ? അല്ല, അത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞു, കണ്ണൂരിൽ RSS നടത്തിയിട്ടുള്ള ഒരു ബൈഠക്ക് ഉണ്ട് മാസങ്ങൾക്ക് മുമ്പ്. ആ ബൈഠക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടവ് നയമായിട്ട് അവർ കണ്ടിട്ടുള്ളത് കേരളത്തിലെ CPM കേന്ദ്രങ്ങളിൽ, അവർ പറയുന്നത് മറ്റേ പാർട്ടി ഗ്രാമങ്ങളിൽ സംഘടിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാണ്. അങ്ങനെ സമാധാനപരമായ ഒരു അന്തരീക്ഷം വേണമെന്ന് പുറത്തു പറയുമ്പോഴും CPM കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ RSSനും BJPക്കും ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ കേരളത്തിലാവില്ല എന്ന് ബൈഠക്കിൽ നടത്തിയിട്ടുള്ള ചർച്ചയെ തുടർന്ന് അവസാനം തീരുമാനിച്ചിരിക്കുകയാണ്. ശരി, അതിന് ഈ MV ഗോവിന്ദ മാസ്റ്ററുടെ വിശദീകരണം ഇങ്ങനെയാണെങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണൻ, P ജയരാജൻ പറയുന്നത് സ്വകാര്യ സൈന്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു RSS എന്നാണ്. അതായത് പയ്യന്നൂരിൽ ഇന്ന് നിങ്ങൾ പറയുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ട ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തുടക്കം എവിടെയാണ്? ധനരാജിൻ്റെ കൊലപാതകം, അത് CPMന്റെ സ്വന്തം കേന്ദ്രമാണ്. അവിടേക്ക് ഒരു വിഭാഗം ആളുകൾ എത്തുന്നു, വീട്ടിൻ്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ വീട്ടിൻ്റെ വരാന്തയിൽ വെച്ച് ധനരാജിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ആ കൊലപാതകത്തിൽ പോലീസ് പ്രതികളെ തേടി പോയപ്പോൾ തിരുവനന്തപുരത്തെ കാര്യവാഹകമാണ് അവിടെ കൊലപാതകം നടത്തിയത് എന്നാണ്. അങ്ങനെ ഒരാൾ ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതായി ആ പ്രദേശത്തുകാർക്ക് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് P ജയരാജൻ ഇതിനെ ഒരു സ്വകാര്യ സൈന്യമായി വിശേഷിപ്പിച്ചത്, ആയുധങ്ങളും മറ്റുമുള്ള. നികേഷേ, ഈ P ജയരാജന് ഏത് സൈന്യമായിട്ട് വിശേഷിപ്പിച്ചോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ പി ജയരാജൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1925 RSS ഉണ്ടായി, 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. പക്ഷെ ഇന്ത്യ മുഴുവൻ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് RSS. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഒക്കെ RSS ആ. നേരത്തെ നികേഷ് പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട് നികേഷേ. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യയിൽ ഒരു ഭാഗത്ത് RSS എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ നേരത്തെ മിസ്റ്റർ മധു പറയുന്നത് കേട്ടു, രാഹുൽ ഗാന്ധിക്കെതിരെ കല്ലെറിഞ്ഞയാളെ നടപടിയെടുത്തോ. എന്റെ പൊന്നു ചങ്ങാതി, നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ മോന്ത പൊളിഞ്ഞിട്ട് നടപടിയെടുത്തോന്ന് ഷാനിമോൾ ഉസ്മാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടിയാണ് പറയുക? നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത്? ഉമ്മൻചാണ്ടിയുടെ തല പൊളിച്ചപ്പോ നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത്? രാഹുൽ ഗാന്ധിക്കെതിരെ കല്ലെറിഞ്ഞ ആളെ പാർട്ടിയിൽ നിന്ന് മാറ്റി സസ്പെൻഡ് ചെയ്തു. ഞാനിപ്പോ ഇംഗ്ലീഷ് ചാനൽ കണ്ടിട്ടാണ് വരുന്നത്. നിങ്ങൾ അറിയാതെ വന്നിരുന്നിട്ട് എന്തെങ്കിലും പറയരുത്. യെച്ചൂരിയുമായിട്ട് RSSനോ BJPക്കോ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നികേഷിനും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇതിപ്പോ ഒരു സമാധാനമായിട്ട് പോകുന്ന ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ നികേഷ് ബോധപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നികേഷ്, ഞാൻ പറയുന്നു, ഇന്ന് അക്രമം ഉണ്ടായിട്ടുണ്ട് കുമരകത്ത്. ഇന്ന് കുമരകത്ത് അക്രമം ഉണ്ടായിരിക്കുന്നു. ഇന്നലത്തെ സമാധാന ചർച്ച കഴിഞ്ഞ് നെയ്യാറ്റിൻകരയിൽ അക്രമം ഉണ്ടായിരിക്കുന്നു. എന്താണ് മറുപടി എന്ന്
മാഷോട് ചോദിക്ക്. ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ 1980-ലെ ബീഡി കമ്പനിയെ കുറിച്ച്. ഗോപാലകൃഷ്ണൻ താങ്കൾ ഏകപക്ഷീയമായി പറഞ്ഞു പോവുകയാണ്, ഞാനത് തടസ്സപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന്, ഈ യുവമോർച്ചക്കാരനെതിരെ നടപടിയെടുത്തു എന്ന് താങ്കൾ ഇപ്പൊ ഇംഗ്ലീഷ് ചാനൽ കണ്ടു എന്ന് പറയുന്നു. താങ്കൾ മാത്രം കണ്ട കാര്യമാണേത്. രണ്ട്, ഉമ്മൻചാണ്ടിക്കെതിരെ ആക്രമണം നടത്തിയവരെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു. മൂന്ന്, ഇന്ത്യയിലെ അക്രമം നടക്കുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള അക്രമമാണ് എങ്കിൽ RSS അല്ല മറുപക്ഷത്തുള്ളത്, വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് എങ്കിൽ ഒരു ഉദാഹരണം എന്താ ഇപ്പൊ പറഞ്ഞോ. നികേഷ്, ഞാൻ തിരിച്ചു ചോദിക്കുക, ഈ കേരളം ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയമായ അക്രമമുള്ളത് നിങ്ങളൊന്ന് എന്നോട് പറയാം. എവിടെയൊക്കെ അക്രമം നടക്കുന്നുണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന? അതാണ് ഇന്ന് അരുൺ ജെയ്റ്റ്ലി പറയുന്നത്. അരുൺ ജെയ്റ്റ്ലി ഇന്ന് പറഞ്ഞത് അതാണ്. ഈ സാഹിത്യകാരന്മാരും ഈ പറയുന്ന പുരോഗമന ആശയക്കാരും എല്ലാം തന്നെയും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വലിയ തോതിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് കേരളത്തിലെ ആക്രമണങ്ങളെ കുറിച്ച് ക്യാമ്പയിൻ നടത്തുന്നില്ല എന്ന്? ആ ക്യാമ്പയിൻ തന്നെ മുഴുവൻ RSS ആണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്, പ്രധാന വില്ലൻ കഥാപാത്രങ്ങളായി വരുന്നത്. അതല്ലല്ലോ നമ്മുടെ വിഷയം. ശ്രീ ഗോപാലകൃഷ്ണൻ, എനിക്ക് അതിന്റെ കൂട്ടത്തിൽ ചോദിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയിൽ ശരിയാവണ്ണം ആ ചർച്ചയെ നിയന്ത്രിക്കുന്നത് ഷാനിമോൾ ഉസ്മാനാണ്. നിൽക്കൂ ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു മെറിറ്റിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. നോക്കൂ, ഷാനിമോൾ ഉസ്മാനാണ് അത് മെറിറ്റിലേക്ക് ചർച്ച കൊണ്ടുപോയത്. നിങ്ങൾ ഉത്തരാഖണ്ഡും അരുണാചൽ പ്രദേശും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ എടുത്ത നടപടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ബീഹാറിൽ, ഇനി വരാൻ പോകുന്നത് ഗുജറാത്തിൽ. ഓരോ സംസ്ഥാനത്തിലും പൊളിറ്റിക്കലായിട്ടുള്ള അസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ അമിത്ഷായുടെ ഒരുതരം തന്ത്രമായി മാറിയിരിക്കുന്നു. ആ തന്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ, ആ തന്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ദില്ലിയിൽ, ആ തന്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ. അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിലുള്ള ഒരു RSS CPM സംഘർഷമാണോ ഇത്? അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന അമിത്ഷായുടെ സ്ട്രാറ്റജി അതിനകത്തുണ്ടോ എന്ന് MV ഗോവിന്ദ മാഷ് സംശയിക്കാൻ കാരണം? അല്ലെ, MV ഗോവിന്ദ മാഷ് സംശയിച്ചോടനെ ഞങ്ങൾക്ക് അതിന് വിരോധമില്ലെന്ന്. പക്ഷെ ഒരു കാര്യം നികേഷ് മനസ്സിലാക്കണം, ഈ ഷാനിമോൾ ഉസ്മാന്റെ പാർട്ടി ഈ കേരളത്തിലെ CPM-നെ പിരിച്ചുവിട്ടു. EMS നമ്പൂതിരിപ്പാടിനെ പിരിച്ചുവിട്ടപ്പോ ആ പിരിച്ചുവിടുന്നത് ശരിയല്ല എന്ന് ആദ്യം പറഞ്ഞത് ആരാണ് നികേഷ്? ആ ശരിയല്ല എന്ന് ആദ്യം പറഞ്ഞത് RSS. അത് നികേഷിന് എതിർക്കാൻ പറ്റില്ലല്ലോ. ഇന്നും ഞങ്ങൾ പറയുന്നു പിണറായി വിജയന്റെ ഭരണം, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. ഇന്ന് ബഹുമാനപ്പെട്ട ജെറ്റ്ലിയോ അല്ലെങ്കിൽ ഈ പാർട്ടി BJP പാർട്ടിയുടെ കുമ്മനം രാജശേഖരനോ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ശേഷം അധികാരത്തിൽ വന്ന ഈ മോദി സർക്കാർ കേന്ദ്രത്തിലെ അധികാരം ഉപയോഗിച്ച് സർക്കാരുകളെ പിരിച്ചുവിട്ടില്ലേ? നിങ്ങളുടെ അങ്ങനെയുള്ള 89-ലെ സർക്കാരിനെ പിരിച്ചുവിട്ടു എന്നുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പൊ പിരിച്ചുവിടാൻ പാടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആ ഒരു ഭരണഘടനാ വ്യവസ്ഥ അംഗീകരിക്കാൻ പാടുണ്ടായിരുന്നോ? ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ തുടരുക. ഇത് ആ നിലയിലുള്ള ഒരു തന്ത്രമാണ് എന്ന് ഷാനിമോൾ ഉസ്മാന് തോന്നാനുള്ള കാരണം എന്താണ്? കേരളത്തിൽ വല്ലതും നടക്കുവോ? കാരണം ഇവിടെ ആകെ ഒരേ ഒരാളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് എന്തായാലും കക്ഷിയല്ല. ഇതിനകത്ത് ഇന്ത്യയിൽ എവിടെയും ഈ അക്രമ രാഷ്ട്രീയത്തിൽ കക്ഷിയാകാൻ ഞങ്ങളോട്ട് ആഗ്രഹിക്കുന്നുമില്ല. കോൺഗ്രസിന്റെ നയം അത് തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ രാജ്യം പടുത്തുയർത്തിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശിലകളിലാണ്. അതൊന്ന് ജനാധിപത്യം, അതൊന്ന് സെക്യുലറിസമാണ്, മതേതരത്വമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലില്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നതിന് ഒരു കാര്യമില്ല എന്ന് സത്യത്തിൽ ഒന്ന് മനസ്സിലാക്കണം. ഒരു നിമിഷത്തേക്ക് വേണ്ടി ഒരു ചർച്ചയിൽ പോലും ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മുടെ നാട്ടിലെ, നമ്മുടെ സംസ്ഥാനത്തെ, ഈ സാക്ഷര കേരളത്തിലെ നേതാക്കൾ അധപ്പതിക്കുമ്പോൾ ഇത് വല്ലാത്ത കഷ്ടമാണ്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറെക്കാലമായി കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതാണ്. സമാധാനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മറ്റ് വേറൊന്നും കൊണ്ടില്ല. അത് പിന്നെ പാർട്ടി ഗ്രാമത്തേക്ക് കുറിച്ചപ്പോൾ ഞങ്ങളുടെ ഗ്രാമം, അവരുടെ ഗ്രാമം, ഇതൊക്കെ എന്തിനാ ഈ ഗ്രാമം? ജനാധിപത്യം ഉണ്ടെങ്കിൽ, ഇവിടെ കോടതിയും നീതിന്യായ വ്യവസ്ഥയും ശക്തമാണെങ്കിൽ എന്തിനാ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഗ്രാമം? എന്തിനാ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നീതിന്യായ വ്യവസ്ഥകൾ? അപ്പോൾ ഏതായാലും CPM-ന്റെയും BJP-യുടെയും ഈ നയങ്ങള് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഉത്തരവാദിത്തം, വളരെ വലിയ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ട് എന്ന് പറയുമ്പോഴും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപക്ഷെ ദേശാഭിമാനിയിലെ പാർട്ടി സെക്രട്ടറി ഒരിക്കലും പറയാത്ത വിധത്തില് കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റവും കുറഞ്ഞത് ഈ പിണറായി വിജയൻ ഈ LDF ഗവൺമെന്റിന്റെ കാലത്ത് സംഘർഷം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈ എതിരാളികൾ
തന്നെയാണ് കേന്ദ്രത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ പ്രകോപനമുണ്ടായാലും കൊലപാതകവും അക്രമങ്ങളും പാർട്ടി ഓഫീസ് തല്ലി തകർക്കലും വീടുകൾ ആക്രമിക്കലും ഒന്നും പാടില്ല എന്ന് പാർട്ടി അണികളോട് നേരിട്ട് ദേശാഭിമാനി ലേഖനത്തിൽ പറയുകയാണ്. അതിനേക്കാൾ കൂടുതൽ ഒന്നും ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ചെയ്യാൻ കഴിയില്ല. അത് ഫലം കാണുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം, എന്നിട്ട് ചർച്ച ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഇതാ നോക്കൂ, നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടത് രാഷ്ട്രപതി ഭവൻ, അതുപോലെ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എല്ലാം ഇപ്പോൾ BJP-യുടെ കയ്യിലാണ്. 65 വർഷത്തിന് ശേഷം ഇതാദ്യമായി രാജ്യസഭയിൽ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി BJP മാറുകയും ചെയ്തിരിക്കുന്നു. ഇത് ഒരു പ്രത്യേക അവസ്ഥയാണ്. ആ പ്രത്യേക അവസ്ഥ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷമുണ്ടാക്കുന്നതിനും ആ നിലയിൽ എതിർ പാർട്ടികളെ പൂർണ്ണമായി 18ലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, അത് 19 ആക്കണം, അത് 28, 29ലേക്ക് കടക്കണം എന്നുള്ളതാണ്. അതിനുള്ള ശ്രമമായി BJP ഈ പറയുന്ന സംഘർഷങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന വിശ്വാസമുണ്ടോ? അല്ല, എനിക്ക് ഒരു അല്പ സമയം വേണം. ഞാനൊരു കാര്യം പറയട്ടെ. നേതാക്കളുടെ എഴുത്തും വായനയും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ഈ അവസരത്തിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ദേശാഭിമാനിയിൽ സ്വാഭാവികമായും കോടിയേരി ബാലകൃഷ്ണൻ എഴുതി എങ്കിൽ അവരുടെ അണികളാണ് അതിനകത്ത് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ. ബാക്കിയുള്ളവർ അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ദേശാഭിമാനി വായിക്കുന്നത്. പിന്നെ പാടത്തും വരമ്പത്തും ഒക്കെ കൂലിയും പലിശ സഹിതം തിരിച്ചു കൊടുപ്പും ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഒരു കേസെടുത്തിരുന്നെങ്കിൽ ഈ രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല? അതവിടെ നിൽക്കട്ടെ. പിന്നെ ഗോപാലകൃഷ്ണൻ ഇവിടെ ഒരുപാട് കാലം ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങൾക്ക് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സ്പീക്കറും ഈ കാണുന്നതെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾക്കന്ന് ഞങ്ങൾ ഭരണഘടനയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടില്ല. ഒരിക്കലും രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും പാർട്ടിയുടെ പ്രതിനിധികളാണെന്ന് പറയാൻ പോലും ഞങ്ങൾ തയ്യാറായിട്ടില്ല. കാരണം രാഷ്ട്രം ആഗ്രഹിക്കുന്നത് പാർട്ടി പ്രതിനിധികളായിട്ടുള്ള ആളുകളാണ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള മെസ്സേജ് അത് ചെറുതാവട്ടെ കാതോരും പോലും കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തയ്യാറായിട്ടില്ല. ഭരണഘടന എന്ന് പറയുന്ന ഒന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ശക്തമായി ചെറുക്കുന്ന സമാധാനത്തിന്റെ ചേരി ശക്തിപ്പെട്ടു വരുമെന്നുള്ളൊരു തർക്കം വേണ്ട. കോൺഗ്രസിന് ഒരു കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കണ്ടപ്പോൾ ഇതാണ് ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഇത്തരത്തിൽ പിന്നെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢനീക്കങ്ങളുമായി പോയി കഴിഞ്ഞാൽ അതൊന്നും ചരിത്രം പൊറുക്കാൻ പോകുന്നതില്ല, നടക്കാനും പോകുന്നില്ല. ശരി ഗോപാലകൃഷ്ണൻ, കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങളെ പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നു എന്നും മേൽ സൂചിപ്പിച്ച സംഭവങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് സഹായമൊന്നും നൽകേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നും നേരത്തെ പറഞ്ഞ ദേശാഭിമാനി ലേഖനത്തിൽ കോടിയേരി പറയുന്നു. ഒന്ന്, പാർട്ടി നടപടിയെടുത്തിരിക്കുന്നു, അത് പരസ്യപ്പെടുത്തുന്നു. രണ്ട്, അവർക്ക് നിയമസഹായം നൽകുന്നതാണ് മുൻകാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ കാരണമെങ്കിൽ കണ്ണൂരിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പാർട്ടി ഇനി അത് ചെയ്യില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴെങ്കിലും CPM ആണ് എന്ന് പറയേണ്ടി വരും. അല്ല, അത് നിങ്ങൾക്ക് പറയേണ്ടി വരും, പൊതുജനങ്ങൾക്ക് പറയേണ്ടി വരില്ല. ഞങ്ങൾക്കും ഇപ്പൊ പറയാറായിട്ടില്ല. അതുകൊണ്ട് ആ ലേഖനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം നികേഷിന് അങ്ങനെ പറയേണ്ടി വരുമല്ലോ. പക്ഷേ എനിക്ക് ഷാനിമോൾ ഉസ്മാനോട് പറഞ്ഞതിന് ഒരു മറുപടി പറയാൻ ഒരു സമയം എനിക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഷാനിമോൾ ഉസ്മാനോട് മറുപടി ഒന്നും പറയുന്നില്ല. കാരണം വളരെ സങ്കടപ്പെട്ട് ഹൃദയം പൊട്ടിയിട്ടാണ് ഷാനിമോൾ ഉസ്മാൻ സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ വീഴ്ചയിൽ. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ BJP-ക്കാർ ഓട് പൊളിച്ചിറങ്ങി വന്നവരല്ല. നിങ്ങൾ എങ്ങനെയാണോ ജയിച്ചത്, പ്രധാനമന്ത്രിയായത്, പ്രസിഡന്റായത്, വൈസ് പ്രസിഡന്റായത്, അതേപോലെയാണ് ഞങ്ങളും വന്നത്. ഞങ്ങളും ഒട്ടും നിങ്ങൾ വരാത്ത രീതിയിൽ ഒന്നുമല്ല വന്നത്. നിങ്ങൾ ഭരിച്ചു, ഞങ്ങളും ഭരിക്കുന്നു. നിങ്ങളെ പിണറായി വിജയൻ പോലെ കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെളിയിൽ പോയി. നിങ്ങൾ ഭരിച്ചപ്പോൾ കൊള്ളയടിച്ചു. ഞങ്ങൾ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കൊള്ളയടിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ വളരുന്നു. നാളെ ഞങ്ങളെയും അഴിമതിക്കാരോ അല്ലെങ്കിൽ ഞങ്ങൾ മോശമായി ഭരിച്ചാൽ ഞങ്ങളെയും ഇന്ത്യയിലെ ജനങ്ങൾ പുറത്താക്കും. ഇന്ത്യയിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. അതുകൊണ്ട് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നമ്മളെല്ലാവരും എന്ന് ചിന്തിക്കരുത്. ഒരിക്കലും ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. പിന്നെ നേരത്തെ നികേഷ് പറഞ്ഞുവല്ലോ ഒരു കാര്യം, ഇത് അമിത്ഷായുടെ ആസൂത്രമാണെന്ന്. നികേഷ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. BJP എന്ന് പറയുന്നത് ഗാനമേള സംഘടിപ്പിക്കാൻ നിൽക്കുന്ന സംഘടനയല്ല. BJP എന്ന് പറയുന്നത് സാംസ്കാരിക സംഘടനയുമല്ല, അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്ന് വെച്ച് ജനാധിപത്യ വിരുദ്ധമായ സമീപനം ഒന്നും ഞങ്ങൾ ചെയ്യില്ല. അരുണാചൽ പ്രദേശിലും ബാക്കി സ്ഥലങ്ങളിലും എങ്ങനെയാണ് ഉണ്ടായത് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ കൂട്ടത്തോടെ MLA-മാർ മാറിയതാ. നാളെ കൂട്ടത്തോടെ കേരളത്തിൽ MLA-മാർ മാറിയാൽ ചിലപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തെന്ന് വരും. പക്ഷേ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ
അല്ലാതെ ഇല്ലാതാക്കണമെന്നോ ഒരു ഭരണത്തെ ഇല്ലാതാക്കണമെന്നോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ജനാധിപത്യം ഉണ്ടാവണം. നമ്മുടെ ചർച്ചയുണ്ടല്ലോ, ഫെഡറൽ സംവിധാനത്തിലൂടെ ഈ സർക്കാരിനെ പുറത്താക്കുകയാണോ അല്ലയോ എന്നല്ല നികേഷെ പറയേണ്ടത്. ജനാധിപത്യം ഉണ്ടാവണം. ഞാനൊരു 25 സ്ഥലം കണ്ണൂർ ജില്ലയിൽ നിങ്ങളോട് പറയാം. ഞാനും നിങ്ങളും കൂടി ഒന്നിച്ചു പോകാം. നമുക്ക് റിപ്പോർട്ടർ ചാനൽ പോവാം. ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനൽ എന്തുകൊണ്ടാണ് ഒരു അഭയാർത്ഥി ക്യാമ്പ് നടന്നപ്പം നിങ്ങൾ പോയില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇന്നത്തെ കുമരകത്ത് ഇന്ന് നടന്ന അക്രമം പറയാതിരിക്കുന്നത്? ഈ കണ്ണൂർ ജില്ലയിൽ മാത്രം ഒരു 100 സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. റിപ്പോർട്ടർ ചാനൽ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിക്കാം. അവിടെ കോൺഗ്രസിന്റെ പതാകയില്ല, അവിടെ BJP-ക്കാരെ കടത്തില്ല, അവിടെ RSSന്റെ പ്രവർത്തനമില്ല, അവിടെ അനുവദിക്കില്ല. എന്തിന്? ദേശാഭിമാനി അല്ലാതെ ഒരു പത്രം പോലും വിടാൻ പറ്റാത്ത RSSന്റെ എത്രയോ കേന്ദ്രങ്ങൾ ഞാൻ കാണിച്ചു തരാം ശ്രീ ഗോപാലകൃഷ്ണൻ. RSSന് അല്ലാതെ മറ്റൊരു സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിനൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. CPM-ന്റേതായാലും RSS-ന്റെ. നോക്കൂ, ഇവിടെ ചില മാനേജ്മെന്റുകളെ കുറിച്ച് പറഞ്ഞു ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. EVM മാനേജ്മെന്റ്, നോട്ട് ബാൻ മാനേജ്മെന്റ്, കോർട്ട് മാനേജ്മെന്റ്, രാജ്ഭവൻ മാനേജ്മെന്റ്, അങ്ങനെ നിരവധി ഓട് പൊളിച്ച് വന്നതല്ല. എന്തായാലും 288 സീറ്റുകൾ നേടി നരേന്ദ്രമോദി. ആ കാര്യത്തിൽ ഒരു മാനേജ്മെന്റ് നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഷാനിമോൾ ഉസ്മാൻ എന്നോടാണോ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഷാനിമോൾ ഉസ്മാന്റെ ഹൃദയം ഇച്ചിരി പൊട്ടും. കറക്റ്റാ ആ പറഞ്ഞത്. എന്താണെന്നറിയോ, എനിക്ക് ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഗോപാലകൃഷ്ണന്റെ പാർട്ടിയുടെ ഒരാൾ പോലും ഒരു പഴത്തൊലി പോണും വീണ് ഒന്ന് താഴെ വീഴാത്ത ഒരു വലിയ സമരം നടന്നു. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യയിൽ അതുപോലെ തന്നെ ഭരണഘടന എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിൽ ഒരു മിനിറ്റ് പോലും ഒരു സംഭാവന പോലും ഇല്ലാത്ത ഈ ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്ക് ഒരു സംഭാവന പോലും ഇല്ലാത്ത ഒന്നാണ്. പിന്നെ അഴിമതിയും കൊള്ളയൊക്കെ നമുക്ക് പറയാം. കേരളത്തിലെ ജനങ്ങള് ഇപ്പൊ നമുക്കൊരു 2 ആഴ്ച കഴിയട്ടെ, ഒരു ചെറുതായിട്ടെങ്കിലും ഗോപാലകൃഷ്ണ നിങ്ങളുടെ പാർട്ടിയിലെ ആളുകളുടെ മുഖമൊന്ന്, അവരൊക്കെ ഒന്ന് ഇപ്പം നമ്മള് ജലദോഷം വന്ന് ആവി പിടിക്കുന്നത് പോലെ മുഖം മുഴുവൻ മൂടിയിരിക്കുന്ന BJP നേതാക്കന്മാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ മുഖം ഒന്ന് തെളിഞ്ഞ് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് അഴിമതി കൊള്ളയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്കറിയാം, ചരിത്രമുണ്ട്. അപ്പോ ഓട് പൊളിച്ച് വന്ന, അല്ലെങ്കിൽ ജനാധിപത്യത്തിലൂടെ ശരിയായ രീതിയിലുള്ള അധികാര കൈമാറ്റം നടത്താൻ കഴിഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാവണം ഗോപാലകൃഷ്ണ. മറുപടി പറഞ്ഞോളൂ ഗോപാലകൃഷ്ണൻ. അല്ല, അത് ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ജനാധിപത്യ മര്യാദയുണ്ട്. CPM ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ BJP-യുടെ പൊസിഷനിൽ CPM ആയിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരുണ്ടാവേയില്ല, ഒക്കത്തിനെ കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ബംഗാളിലെ കൈപ്പത്തിക്കോട്ടി ഉദ്യാനം മുഴുവന് കൈവെട്ടിക്കളഞ്ഞത്. പക്ഷെ അതങ്ങ് മറന്നു പോകുന്നു പെട്ടെന്ന് BJP-യുടെ പേര് പറയുമ്പോൾ ഇടതുപക്ഷവുമായി ചേർന്നിട്ട്. ഞാൻ ന്യായമായും പറയുന്നു, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ കോൺഗ്രസ് വരണം, ആഗ്രഹം ഉണ്ടാവട്ടെ. ആ കോൺഗ്രസ് വരണം, ആ കോൺഗ്രസ് പ്രതിപക്ഷത്തുണ്ടാവണം. നമുക്ക് പ്രതിപക്ഷത്ത് നല്ല അന്തസ്സായിട്ടുള്ള മത്സരവും അതുപോലെ ഭരണവും ഉണ്ടാവണം. ഇത് തന്നെ കേരളത്തിലും ഉണ്ടാവണമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഞാൻ പറയുന്നത്. ഇതുപോലെ കേരളത്തിലും ഉണ്ടാവണം. പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നതാര? ഇടതുപക്ഷം. CPM. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്നതാര? CPM. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കൊന്നതാര? CPM. ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയതാര? CPM. എന്നിട്ട് നിങ്ങൾ ഒരു ഭാഗത്ത് നിന്നിട്ട് BJP-ക്കെതിരായിട്ട് CPM-ന്റെ കൂടെ നിന്നിട്ട് രണ്ടുപേരും ആക്രമിക്കുന്നു എന്ന് പറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CPM ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. അതിന് താങ്കളുടെ മറുപടിയാണ് വേണ്ടത്, ഷാനിമോൾ ഉസ്മാന്റെ അല്ല. ഷാനിമോൾ ഉസ്മാന്റെ പാർട്ടി അഹിംസയിൽ അതാ ഞാൻ പറയാൻ വന്നത്. ചാനൽ ചർച്ചയിൽ എന്ത് അസംബന്ധവും വിളിച്ചു പറയാൻ ഗോപാലകൃഷ്ണൻ പ്രത്യേക ഒരു പാഠമുണ്ട്. ഞാൻ പറയട്ടെ, 1925 മുതലുള്ള RSS-ന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ ഗോപാലകൃഷ്ണനോട് അവകാശവാദം സംസാരിക്കാം. എന്താ സംബന്ധം? എന്താ സംബന്ധം? എന്താ സംബന്ധം? അല്ല, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് 1970 ശേഷം 969 പേർ മരിച്ചുവെന്നും രാഷ്ട്രീയ കൊലപാതകങ്ങൾ മരിച്ചുവെന്നും 527 പേർ അതിൽ CPM ആണ്, മറ്റു പാർട്ടികൾ 442 ആണ് എന്നാണ്. ഗോപാലകൃഷ്ണൻ, നമ്മൾ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. കേരളത്തിൽ ഇതാണ് സ്ഥിതി. മഹാരാഷ്ട്രയിലെ, നിങ്ങൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ 2590 പേർ ഒരു വർഷം കൊലപാതകങ്ങളിൽ മരിക്കുന്നുണ്ട്, കൊലക്ക് ഇരയാവുന്നുണ്ട്. മധ്യപ്രദേശിൽ 2381, രാജസ്ഥാനിൽ 1589, ഗുജറാത്തിൽ 1228. ഇതിങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയോ? കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാന
നില കൈവരിച്ചിട്ടുള്ള സംസ്ഥാനം എന്ന് വിശദീകരിക്കാനാണ്. കേരളത്തെ യു പിയുമായിട്ടും മഹാരാഷ്ട്രയായിട്ടും രാജസ്ഥാനായിട്ട് കമ്പയർ ചെയ്യുന്നതൊന്നും തന്നെ ശരിയല്ലല്ലോ. 3.5 കോടി ജനങ്ങളാണ് ആകെ കേരളത്തിലുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ കൊലപാതകം. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൽ കോൺഗ്രസ്സുകാർ കൊലപ്പെടുന്നുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ജനതാദൾ കൊലപ്പെടുന്നുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുവാനോട് കൊല ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. അവിടെ RSSന്റെ കാര്യത്തിൽ എന്തോ പറഞ്ഞു തുടങ്ങിയിരുന്നു വി കെ മധു ഇപ്പോ അവിടെ എനിക്ക് തോന്നുന്നത് ഡിസ്കണക്റ്റഡ് ആയിരിക്കുകയാണ്. RSSന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണനോട് ഇപ്പൊ പറഞ്ഞു കൊടുത്താൽ ഗോപാലകൃഷ്ണൻ അതിന് മറുപടി തരും. അല്ല, ഈ മഹത്തായ സാംസ്കാരിക സംഘടനയാണ് എന്ന് എല്ലാ കാലത്തും പറയുന്ന RSSന്റെ കാര്യത്തില് RSS ഇടപെട്ടുകൊണ്ട് ഇന്ന് സത്യത്തിൽ നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഗോ സംരക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ചാനലിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേറെയും വന്നിട്ടുണ്ട്. കാണണം, ദിവസവും കാണണം. ഒരു ദിവസം ഒരു നേരമല്ല, എല്ലാ ചാനലും ഗോപാലകൃഷ്ണൻ കാണണം. കാരണം ഈ നാട്ടിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിന്റെ വിവിധ അല്ല ഒരു വാചകം കൂടി, ഒറ്റ വാചകം കൂടി. അവരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ മത്സരയോട്ടം എല്ലാ തീരുമാനവും എടുത്തത് നിങ്ങളാണ്. ഞാൻ ആ ചർച്ചയിലേക്കൊന്നും ഇപ്പൊ വരുന്നില്ല. ഒരു കാര്യം മാത്രം പറയുന്നു നികേഷേ, സമാധാനത്തിന്റെ അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളതെങ്കിൽ ഇരു കൈയും കൂട്ടി ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ദേശാഭിമാനി ലേഖനം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, സമാധാനത്തിന് ഒപ്പിട്ട ആളാണ് കെ ടി ജയശൻ. ഒറ്റ വാക്ക്, ഈ ബലിദാനികൾക്കും രക്തസാക്ഷികൾക്കും വേണ്ടിയിട്ടുള്ള ഈ മത്സരയോട്ടം ഇവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും അക്രമം അവസാനിപ്പിക്കാൻ. ഗോപാലകൃഷ്ണൻ, വി കെ മധു, ഷാനിമോൾ ഉസ്മാൻ, MV ഗോവിന്ദ മാസ്റ്റർ, നന്ദി ന്യൂസ് നൈറ്റിൽ പങ്കെടുത്തതിന്. നമസ്കാരം.